ഹൃദയപൂർവം ഭാഗം 87. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഒത്തിരി സന്തോഷത്തോടെയാണ് ഒരു കാര്യം പറയാൻ വന്നതാണേ. ഇന്നലെ എൻ്റെ ദൃശ്യം വ്ലോഗ് എന്ന ചാനലിന് 5K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ എനിക്ക് ഇവിടം വരെ എത്താൻ പറ്റിയത്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ ഈ ഹൃദയപൂർവം എന്ന സ്റ്റോറിയിലെ കഥാപാത്രങ്ങൾ, അവരുടെ ചില സിറ്റുവേഷൻസ് എല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ദൃശ്യം വ്ലോഗ് എന്ന ഇൻസ്റ്റാ പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത് വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും കാണാൻ ആഗ്രഹിച്ച ചില ഭാഗങ്ങൾ കോർത്തിണക്കിയ ഒരു വീഡിയോ ആണ്. കണ്ടു നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കാണില്ലേ, അതാണ് ഞാൻ വീഡിയോ രൂപത്തിലാക്കിയിരിക്കുന്നത്. അപ്പോൾ കയറി കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. പോകാം വീഡിയോയിലേക്ക്. ഹൃദയപൂർവം. ശരത്തേട്ടൻ വീട്ടിലെ എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് വന്നപ്പോ സമയം വൈകിയതാണ്. അതെന്തിനാ വീട്ടിലെ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കുന്നത്? നിന്റെ കല്യാണം എങ്ങനായോ ശരത്തെ? വീണ്ടും ഉദയൻ ചോദിച്ചു. എങ്കിലും നിനക്ക് എന്താ കുഴപ്പം? നീ കുറെ നേരമായല്ലോ എന്നെ ഇട്ട് വാരാൻ തുടങ്ങിയിട്ട്, ശരത്ത് ചോദിച്ചതും ചുമ്മാ ഒരു രസം. ഇനി ഞങ്ങളുടെ കൂട്ടത്തില് നിനക്ക് മാത്രമാണ് പെണ്ണ് കിട്ടാത്തതേ ഉള്ളൂ. ബാക്കി എല്ലാവരും ബുക്കിങ്ങും വിവാഹം കഴിച്ചവരും എല്ലാമാണ്. അപ്പോ ഇനി ഞങ്ങൾക്ക് അവരെ കളിയാക്കാൻ പറ്റില്ലല്ലോ. ഇനി എന്നെയും കളിയാക്കണ്ട, ഞാനും ബുക്കിംഗ് ആണ്. ശരത്ത് പറഞ്ഞുകൊണ്ട് അവന്റെ കണ്ണുകളുടെ നോട്ടം പോയത് ദേവികയിലേക്കായിരുന്നു. അത് വ്യക്തമായിട്ട് മാധവും ഉദയനും കണ്ടു. അപ്പോ അടുത്തൊരു പന്തല് കൂടി നമ്മുടെ വീട്ടിൽ ഇടാൻ സമയമായി എന്നർത്ഥം, ഉദയൻ മാധവിനോട് പറഞ്ഞു. എല്ലാവരും സീറ്റിൽ വന്നിരുന്നു. ഇനി വീട്ടിലേക്ക് പോകാലോ? വേറെ എങ്ങും കേറണ്ടല്ലോ? വിനോദ് ചോദിച്ചു. ഇല്ല, എന്നാ പോകാം എന്ന് പറഞ്ഞ് വിനോദ് വണ്ടിയെടുത്തു. ഇതിപ്പോ ഗൂഗിൾ മാപ്പിൽ പോലും ഈ വഴി ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, പോകുന്ന വഴി നോക്കിക്കൊണ്ട് ഇഷാനി പറഞ്ഞു. അവർ 3 മണിയോടടുത്ത് സന്ദീപിന്റെ സൂപ്പർ മാർക്കറ്റിന്റെ അവിടെ എത്തി. നിങ്ങൾ വണ്ടിയിൽ തന്നെ ഇരിക്ക്, ഞങ്ങൾ പോയി കാർ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് സന്ദീപും മാധവും ഉദയനും നവീനും ഇറങ്ങി. അവർ ഇറങ്ങിയതും ഞാനിനി ഇപ്പൊ വീട്ടിലേക്ക് വരുന്നില്ല, വൈകുന്നേരമേ വരുന്നുള്ളൂ, സന്ദീപ് പറഞ്ഞുകൊണ്ട് ഗംഗയെ നോക്കി. വിളിക്കാം എന്ന് പറഞ്ഞ് അവൻ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിപ്പോയി. മാധവും ഉദയനും നവീനും ചെന്ന് കാർ എടുത്തുകൊണ്ട് വന്നു. കുറച്ചു ദൂരം പോയി വീടെത്തുന്നതിന് മുമ്പ് ട്രാവലർ ഒതുക്കി. വന്നതുപോലെ തന്നെ എല്ലാവരും കാറിലേക്ക് കയറി. വിനോദ് അവർ വന്ന വണ്ടി ഡ്രൈവറെ ഏൽപ്പിക്കാനായി പോയി. മാധവിന്റെ കാറിലാണ് ശരത്തും ദേവികയും കയറിയത്. അത് അങ്ങനെ വരൂ എന്ന് ഉദയനും മാധവിനും അറിയാമായിരുന്നു. ദേവിക ആ സ്ഥലങ്ങളെല്ലാം നോക്കി കാണുകയായിരുന്നു. അവളുടെ കണ്ണുകൾ വിടരുന്നതും അതെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ മാധവിനും അവളെ ഇടയ്ക്കിടെ മിററിലൂടെ നോക്കിക്കൊണ്ടിരുന്ന ശരത്തിനും മനസ്സിലാകുന്നുണ്ടായിരുന്നു. ദേവിക ലക്ഷ്മിയുടെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടോ? പുറത്തേക്ക് സ്ഥലങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ദേവുവിനോട് ലക്ഷ്മി ചോദിച്ചു. ഒരുപാട് നല്ല ഭംഗിയുണ്ട്, മനസ്സിനും ശരീരത്തിനുമെല്ലാം ഒരു കുളിർമ തോന്നുന്നു, ദേവിക പറഞ്ഞു. അതെ, ഇവിടെ വന്നപ്പോ എനിക്കും അത് തന്നെയാണ് ആദ്യം തോന്നിയത്. അല്പസമയം കഴിഞ്ഞതും മാധവിന്റെ വീടിന്റെ ഗേറ്റ് കടന്ന് കാറ് വീടിന് മുറ്റത്തേക്ക് ചെന്ന് നിന്നു. ദേവികയുടെ മുഖം മാറി. അവിടെ മാധവിന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഉണ്ട് എന്ന് അറിയാവുന്നത് കൊണ്ട് അവൾക്ക് ടെൻഷൻ തോന്നി. അവർ ഇനി തന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് അവൾ ചിന്തിച്ചു. അവൾ കാറിൽ നിന്നും ഇറങ്ങി. അങ്ങനെ തന്നെ നിൽക്കുന്നത് കണ്ടതും ലക്ഷ്മി അങ്ങോട്ട് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. അപ്പോഴേക്കും ഉദയന്റെ കാറും നവീന്റെ കാറും അങ്ങോട്ട് വന്നു. വണ്ടികൾ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് മാധവിന്റെ അമ്മയും അച്ഛനും ടീച്ചറമ്മയും മാഷച്ചനും ഇറങ്ങി വന്നു. ദേവിക അപ്പോഴാണ് 2 വീടുകൾ അടുത്തടുത്ത് കാണുന്നത്. അതാണ് എന്റെ വീട്, ലക്ഷ്മി പറഞ്ഞു. അധികാരത്തോടെ അവൾ പറയുന്നത് കേട്ടപ്പോൾ തന്നെ ദേവികയ്ക്ക് മനസ്സിലായി അവൾ ആ വീട്ടിലെ മകളായി തന്നെയാണ് ജീവിച്ചതെന്ന്. ഇതാണ് ഇപ്പോ എന്റെ വീട്, മാധവേട്ടന്റെ വീട്. അടുത്ത വീട് കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇതെന്താ എല്ലാവരും വന്നതുപോലെ തന്നെ നിൽക്കുന്നത്? മാധവിന്റെ അമ്മ ചോദിച്ചു. അപ്പോഴേക്കും സീതാമ്മയും ടീച്ചറമ്മയും കൂടി വന്ന് ലക്ഷ്മിയുടെ കൂടെയുള്ള ദേവികയുടെ കയ്യിൽ പിടിച്ചു. എന്താണ് ഇവിടെ തന്നെ നോക്കി നിൽക്കുന്നത് എന്ന് പറഞ്ഞ് 2 അമ്മമാരും കൂടി അവളെ മാധവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവൾ 2 പേരെയും മാറി മാറി നോക്കി. സ്വന്തം വീടാണെന്ന് കരുതിയാൽ മതി. കരുതുകയല്ല, സ്വന്തം വീട് തന്നെയാണ്. ലക്ഷ്മി മോള് വീട്ടിൽ നിന്നും പോയപ്പോ എനിക്ക് സങ്കടമായിരുന്നു. കാര്യം തൊട്ടടുത്ത വീട്ടിലേക്കാണ് വന്നതെങ്കിലും ആ വീട്ടിൽ അവളില്ലല്ലോ എന്നോർത്ത് ചെറിയൊരു സങ്കടമായിരുന്നു. ഇനിയിപ്പോ അവിടേക്ക് മോള് വന്ന ആ സങ്കടം അങ്ങ് മാറിക്കോളും, ടീച്ചറമ്മ പറഞ്ഞതും
അതും ഒരുപാട് ഉണ്ടാകാൻ സാധ്യതയില്ല. ഉദയൻ മാധവിന്റെ അടുത്ത് വന്നുകൊണ്ട് പതിയെ പറഞ്ഞു. പിന്നെ നോക്കിയത് ശരത്തിനെയായിരുന്നു. അവിടെ ദേവികയെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും ഇവൻ എന്താ പെണ്ണുങ്ങളെ കാണാത്തതുപോലെ നോക്കി നിൽക്കുന്നത്? ദേവികയെ തന്നെ നോക്കി നിൽക്കുന്ന ശരത്തിനെ നോക്കിക്കൊണ്ട് ഉദയൻ പറഞ്ഞു. എടാ മിണ്ടാതിരിക്ക്, കുറച്ചു നേരമായി നീ അവനെ ചൊറിയുന്നു. അവൻ നിന്നെ പിടിച്ച് നല്ല മാന്തും കേട്ടോ. അതുകൊണ്ട് നീ ഒന്നും മിണ്ടാതിരുന്നേ. പിന്നെ ഉദയ, അവന് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അത് നടക്കട്ടെ. അവളും ഒരുപാട് അനുഭവിച്ചതാണ്, സങ്കടപ്പെട്ടതാണ്, അതുപോലെ അവനും. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ അവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കുന്നത്? മാധവ് ചോദിച്ചു. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇവൻ ഓക്കെ ആയാലും ദേവിക, അവളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ കുറെ പാടുപെടേണ്ടി വരും നമ്മള്. ഉദയൻ പറഞ്ഞു. അതൊക്കെ നമുക്ക് നോക്കാം. ഒരാളോടും സംസാരിക്കാതെ ഒരുപാട് വർഷം ഒറ്റപ്പെട്ട് ജീവിച്ച ഒരു പെൺകുട്ടിയാണ് ദേവു. സ്നേഹം നിഷേധിക്കപ്പെട്ട ഒരു പെൺകുട്ടി. സ്നേഹിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നിട്ടും ആ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത ഒരു പെൺകുട്ടി. ഒരു സ്ത്രീ അനുഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ വരെ അനുഭവിച്ച ഒരു പെൺകുട്ടി. അതുകൊണ്ട് സ്നേഹം കൊടുത്താല് തിരിച്ച് അവളും സ്നേഹിക്കും. അതെനിക്ക് ഉറപ്പാണ്. അതിന് ശരത്തിന് സാധിക്കുമെങ്കിൽ അത് നടക്കട്ടെ. ഇഷ്ടം എന്ന് പറയുന്നത് എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ പെട്ടെന്നൊരു ഇഷ്ടം തോന്നാം, ചിലപ്പോ തോന്നിയില്ല എന്നും വരാം. നമുക്ക് കാത്തിരിക്കാം. എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം, മാധവ് പറഞ്ഞു. എന്നാൽ മാധവിന്റെ അമ്മയും ടീച്ചറമ്മയും എല്ലാം അവളെ ചേർത്ത് പിടിച്ചപ്പോൾ അവൾക്ക് അത്ഭുതവും അതോടൊപ്പം സന്തോഷവും തോന്നി. വാ മോളെ എന്ന് പറഞ്ഞ് മാഷും അവളെ അകത്തേക്ക് സ്വീകരിച്ചു. ഇതാണ് മാധവിന്റെ വീട്. ആ കാണുന്നതാണ് ഞങ്ങളുടെ വീട്. പക്ഷേ ഞങ്ങളുടെ എന്നോ അവരുടെ എന്നൊരു വേർതിരിവ് ഞങ്ങൾക്കില്ല. ഇത് രണ്ടും ഞങ്ങളുടെ വീടാണ്. ഇനി മോൾക്കും അങ്ങനെ തന്നെ വേണം, മാധവിന്റെ അച്ഛനാണ് പറഞ്ഞത്. പെട്ടെന്ന് ദേവുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടതും സീതാമ്മയും ടീച്ചറമ്മയും അവളെ മുറുകെ പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. മതി, കുറെ കരഞ്ഞില്ലേ, ഇനി കരയണ്ട. ഇവിടെ വന്നപ്പോ ഞങ്ങളുടെ ലച്ചമോളും ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ ആരും ലച്ചു കരയുന്നത് കണ്ടിട്ടില്ല. കരയാൻ ഞങ്ങള് അനുവദിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ശരി, അല്ലേ മോളെ? സീതാമ്മ ചോദിച്ചതും ലക്ഷ്മി ഞെട്ടി നിൽക്കുകയായിരുന്നു. ലച്ചു എന്ന് ആദ്യമായിട്ടാണ് സീതാമ്മ വിളിക്കുന്നത്. മാധവ് മാത്രമാണ് ലച്ചു എന്ന് ഇവിടെ വിളിക്കാറ്. ആ വിളി മാധവിന്റെ അമ്മ വിളിച്ചതും മാധവ് ലക്ഷ്മിയെ നോക്കി. അവന് അത് അത്ര ഇഷ്ടപ്പെടാത്തത് പോലെയാണ് നിൽക്കുന്നത് എന്ന് ലക്ഷ്മിക്ക് തോന്നി. ആ അതെ, അവൾ പെട്ടെന്ന് പറഞ്ഞു. മോനെ ശരത്തെ, മോളെ കിട്ടിയപ്പോ നിന്നെ ഞങ്ങൾ മറന്നതല്ല എന്ന് പറഞ്ഞ് കൈനീട്ടി സീതാമ്മ വിളിച്ചു. ശരത്ത് സീതാമ്മയുടെ കയ്യിൽ പിടിച്ചു. ഒരുമിച്ച് അകത്തേക്ക് കയറി. ആ വീടിന്റെ പടികൾ കയറുമ്പോൾ ദേവിക വലത് കാലെടുത്ത് വെച്ചാണ് കയറിയത്. അവളുടെ ഒപ്പം തന്നെ ശരത്തും വലത് കാല് വെച്ച് അകത്തേക്ക് കയറി. ഗൃഹപ്രവേശവും കഴിഞ്ഞു. കണ്ടുകൊണ്ട് നിന്ന ഉദയൻ പറഞ്ഞു. നീ മിക്കവാറും അവന്റെ കൈകൊണ്ട് നല്ല തല്ലു മേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മാധവ് പറഞ്ഞു. അതെ, എല്ലാം കൂടി ഇങ്ങോട്ട് കയറി വരാതെ വണ്ടിയിൽ നിന്ന് ബാഗെല്ലാം എടുത്തോ. പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ശരത്ത് പറഞ്ഞു. ഞങ്ങളോ? ഉദയൻ ചോദിച്ചു. അതെ, നിങ്ങൾ തന്നെ. എന്റെ ബാഗ് എടുക്കുമ്പോ നോക്കിയെടുക്കണം, അതിൽ പൊട്ടുന്ന സാധനമുണ്ട്. ശരത്ത് പറഞ്ഞതും എത്രണ്ണുണ്ട്? അതൊക്കെയുണ്ട്, നീ അതൊക്കെ എടുത്ത് എന്റെ റൂമിലേക്ക് കൊണ്ടുവന്ന് വയ്ക്ക്, ശരത്ത് പറഞ്ഞു. ഞാൻ ആര്, ചുമട്ട് തൊഴിലാളിയോ? ഉദയൻ ചോദിച്ചുകൊണ്ട് മാധവിന്റെ കാറിന്റെ ഡിക്കി ഓപ്പൺ ചെയ്തു. കൂടെ മാധവും നവീനും ചെന്നു. ഇവൻ പറഞ്ഞപ്പോ ഇത്രയധികം ലഗേജ് കൊണ്ടുവരുമെന്ന് ഞാൻ കരുതിയില്ല. എക്സ്ട്രാ ഫീസ് അടച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതുമാതിരി ലഗേജ് ഇവൻ കൊണ്ടുവരില്ലായിരുന്നു. അതെങ്ങനെയാ? പണ്ട് മുതലുള്ള സ്വഭാവമാണ്. ചെറുതിലെ പല്ല് തേച്ച ബ്രഷ് വരെ എടുത്ത് സൂക്ഷിക്കുന്ന സ്വഭാവമായിരുന്നു. ഒരു സിനിമയില് ഉർവശി ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഇനി അവൻ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം ഈ ബാഗുകളിൽ കാണുമായിരിക്കും. ഉദയൻ പറഞ്ഞുകൊണ്ടാണ് ലഗേജ് എല്ലാം എടുത്ത് അകത്തേക്ക് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ സീതാമ്മയും അമ്മയും ടീച്ചറമ്മയും ദേവികയുടെ അടുത്ത് തന്നെയുണ്ട്. ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞ് ലക്ഷ്മി അകത്തേക്ക് പോയി. ഞാനും വരുന്നു എന്ന് പറഞ്ഞ് സാന്ദ്രയും അവരുടെ പുറകെ പോയി. പിന്നെ ഗംഗയും പോയി. ഞാനായിട്ട് എന്തിനാ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് പുറകിൽ തന്നെ ഇഷാനിയും പോയി. ചായ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അതെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, ഗംഗ പറഞ്ഞതും ലക്ഷ്മിയും സാന്ദ്രയും ഇഷാനിയും ഗംഗയെ നോക്കി. എന്റെ ഏട്ടൻ ദേവികയെ കണ്ടപ്പോ മുതൽ നോക്കി നിൽക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? അവൾ ചോദിച്ചു. ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചു, സാന്ദ്ര പറഞ്ഞു. എന്താ? അതിശയത്തോടെ ലക്ഷ്മി ചോദിച്ചു.
നിങ്ങൾക്ക് തോന്നിയതാകും, ലക്ഷ്മി പറഞ്ഞു. അല്ല ലക്ഷ്മി, ശരത്തേട്ടനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ശരത്തേട്ടൻ ദേവുവിനെ തന്നെ നോക്കിയിരിക്കുന്നത് കാണാം. നോക്കിക്കേ, എന്റെ ഏട്ടനായതുകൊണ്ട് പറയുന്നതല്ല. എന്റെ ഏട്ടന്റെ മനസ്സിൽ വരുന്ന ചിന്തകള്, അത് മുഖത്ത് വരുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പറയുകയാണ്. മിക്കവാറും എനിക്ക് ഏട്ടത്തിയെന്ന് ദേവുവിനെ വിളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, ഗംഗ പറഞ്ഞു. നിങ്ങൾ എന്താ പറയുന്നത് ദേവു? അവൾ ഒരിക്കലും അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ലക്ഷ്മി പറഞ്ഞു. നീ എന്താ ലക്ഷ്മി ഇങ്ങനെ പറയുന്നത്? ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ വിദ്യാഭ്യാസമുള്ളവരല്ലേ. നീ എന്തുദ്ദേശിച്ചാണ് ദേവു സമ്മതിക്കില്ല എന്ന് പറയുന്നത്? അവൾ പോലും വിചാരിക്കാതിരുന്ന സമയത്ത് അവൾക്ക് അങ്ങനെ ഒരു സംഭവം നടന്നത്. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു കാരണം കൊണ്ട് ഏട്ടൻ അവളെ മാറ്റി നിർത്തില്ല. കാരണം ഇതെല്ലാം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. വിവാഹത്തിന് ശേഷമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ഈ നാട്ടില് വിശ്വസിച്ച് ഒന്ന് പുറത്തിറങ്ങി പോലും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പുറത്ത് വരുന്നതും പുറത്ത് പറയാത്തതുമായ ഒരുപാട് കേസുകളുണ്ട് ഇതുപോലെ. ഇപ്പൊ വിവാഹം കഴിഞ്ഞിട്ട് എനിക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ എന്നെ സന്ദീപ് ഉപേക്ഷിച്ച് കളയോ? അങ്ങനെ കളഞ്ഞ ഒരിക്കലും സന്ദീപ് എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് ഞാൻ പറയും. എന്റെ ശരീരത്തെ മാത്രമേ സന്ദീപ് സ്നേഹിച്ചിട്ടുള്ളൂ എന്ന് പറയേണ്ടി വരും. അതുപോലെ നമ്മളിൽ ആർക്ക് വേണമെങ്കിലും ഇങ്ങനൊരു അവസ്ഥ വരാം. ഇപ്പോ ഈ അവസ്ഥ നിനക്കായിരുന്നു എങ്കിൽ മാധവേട്ടൻ നിന്നെ വിവാഹം കഴിക്കില്ലായിരുന്നോ? ഇനി അഥവാ വിവാഹം കഴിഞ്ഞതിന് ശേഷം നിനക്കാണ് സംഭവിക്കുന്നതെങ്കിൽ ഏട്ടൻ നിന്നെ ഉപേക്ഷിച്ചു പോകുമോ ലക്ഷ്മി? ഇല്ല, മാധവേട്ടൻ അങ്ങനെ ചെയ്യില്ല, ലക്ഷ്മി ഒരു നിമിഷം പോലും താമസിക്കാതെ മറുപടി കൊടുത്തു. അപ്പോ ഉദയേട്ടൻ കളയോ സാന്ദ്ര? ഗംഗ ചോദിച്ചു. ഇല്ല, സാന്ദ്രയും പറഞ്ഞു. എന്നാ കിച്ചണിലേക്ക് വന്ന മാധവും ഉദയനും അവർ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷം തോന്നി. കാരണം തങ്ങളുടെ ഭാര്യമാർ തങ്ങളെ അത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് എന്ന് ഓർത്തപ്പോൾ. അതെ, ഇവിടെ എന്താണ് ഒരു ചർച്ച എന്ന് ചോദിച്ചുകൊണ്ട് മാധവ് കിച്ചണിലേക്ക് വന്നു. ഞങ്ങൾ ഏട്ടനോട് ഒരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. ഗംഗ പറഞ്ഞതും എന്താണ് കാര്യം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേട്ടിരുന്നു. നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്നാണ് ഞങ്ങൾക്കും തോന്നുന്നത്. ഞങ്ങളും അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവനിൽ നല്ലൊരു മാറ്റമുണ്ട്. എന്താണ് അവന്റെ മനസ്സിലെന്ന് അവൻ പറഞ്ഞാൽ മാത്രമേ അറിയൂ. അത് അവൻ തന്നെ പറയട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഇനി അങ്ങനെയൊന്ന് സംഭവിച്ചാൽ തന്നെ നമ്മൾ കൂടെ നിൽക്കും, അല്ലേ? ഉദയൻ ചോദിച്ചതും അതെ എന്ന് അവർ ഒരുപോലെ ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഞങ്ങൾ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനായിട്ടാ വന്നത്. എന്താണെന്ന് വെച്ചാൽ, ദേവു എന്നും ഇനി ദേവിക എന്നും ആരും വിളിക്കണ്ട. ഇവിടെ നമുക്ക് മറ്റൊരു പേരിടുന്നതായിരിക്കും നല്ലത്, തൽക്കാലത്തേക്ക് മാത്രം. കാരണം ഇവിടെ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടെന്ന് സ്വാഭാവികമായിട്ടും എല്ലാവരും കാണുകയും കാണുമ്പോൾ ചോദിക്കുകയും ചെയ്യും. അപ്പോ ആരാണെന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ആണെന്ന് പറഞ്ഞാൽ മതി. പേരും മാറ്റി പറയാം. അതിനുവേണ്ട ഒരു പേര് കണ്ടുപിടിക്കാം, ഉദയൻ പറഞ്ഞു. അത് വേണോ? ദേവിക എന്ന പേര് സ്കൂളിലെ എല്ലാവരും കാണുമല്ലോ. അതിനെന്താ, സ്കൂളിൽ എല്ലാവരും കണ്ടോട്ടെ. പക്ഷെ ഇവിടെയുള്ളവർ ദേവിക എന്ന പേരോ ദേവു എന്ന പേരോ വിളിക്കണ്ട. ഇവിടെ ദേവർമഠം അടുത്തുള്ളത് കൊണ്ടാണ്. ഈശ്വർ ഇവിടെ വന്നിട്ടുണ്ട്, ഇനിയും വരാം. അതുകൊണ്ട് പെട്ടെന്ന് ഈ പേര് ശ്രദ്ധിക്കപ്പെടേണ്ട എന്ന് കരുതിയാണ്, മാധവ് പറഞ്ഞു. എന്നാ നമുക്ക് പേരിടാം. എന്നാ വാ, എല്ലാവർക്കും കൂടി തീരുമാനിക്കാം. ഉദയൻ പറഞ്ഞതും നിങ്ങൾ പൊയ്ക്കോ, ഞങ്ങൾ ചായയുമായിട്ട് വരാം എന്ന് പറഞ്ഞ് ലക്ഷ്മി ചായയും ഗംഗയും ഇഷാനിയും കഴിക്കാനുള്ള സ്നാക്സുമായി ഹാളിലേക്ക് ചെന്നു. അപ്പോഴേക്കും ദേവികയുടെ ഇടം വലവും സീതാമ്മയും ടീച്ചറമ്മയും ഇരിക്കുന്നുണ്ട്. അവളോട് സംസാരിക്കുന്നുണ്ട്. കൂടെ മാധവിന്റെ അച്ഛനും മാഷച്ചനും അവരുടെ സംസാരം കേൾക്കുന്നുണ്ട്. എന്നാൽ അവിടെയുള്ള വാതിലിന്റെ അടുത്തായിട്ട് ശരത്ത് നിൽക്കുന്നുണ്ട്. അവന്റെ നോട്ടം ദേവികയിലാണ്. ടീച്ചറമ്മയും സീതാമ്മയും വിഷമത്തോടെ ഇരിക്കുന്ന അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവൾ കാരണം ഇവിടെയുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നാണ് അവളുടെ പേടിയെന്ന് അവൾ പറഞ്ഞപ്പോ ഞങ്ങൾക്കതൊരു വിഷയമേ അല്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളിൽ അത്ര വിശ്വാസമുണ്ട്, ടീച്ചറമ്മ പറഞ്ഞു. അപ്പോഴേക്കും ലക്ഷ്മിയും സാന്ദ്രയും എല്ലാവർക്കുമുള്ള ചായ കൊടുത്തു കഴിഞ്ഞതും മാധവ് കാര്യം പറഞ്ഞു. അത് ശരിയാണ്, ഇവിടെയുള്ളവർ എല്ലാവരും പരസ്പരം എപ്പോഴും സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് മോളെ ഇനി മുതൽ ഇവിടെ കാണുമ്പോൾ ആരാണെന്ന് ചോദിക്കും. അപ്പോ എല്ലാവരും ഒരുപോലെ തന്നെ പറയണമല്ലോ. പിന്നെ മോളുടെ പേരും ചോദിക്കും. ഇപ്പോ ഇവിടെയുള്ള എല്ലാവർക്കും ലക്ഷ്മി മോളെ അറിയാം. അതുപോലെ ഇനി മോളെയും എല്ലാവരും തിരിച്ചറിയും. പേരും ഓർത്തു വെക്കും. അതുകൊണ്ട് നല്ലൊരു പേരായിരിക്കണം. ആ പേര് കൊണ്ട് ഒരിക്കലും ദേവിക മോളുടെ അടുത്തേക്ക് ആരും വരാൻ പാടില്ല, സീതാമ്മയും പറഞ്ഞു. എന്നാ പേര് കണ്ടുപിടിക്കാം അല്ലേ എന്ന് ടീച്ചറമ്മ പറഞ്ഞു. എല്ലാവരും ആലോചനയോടെ ഇരുന്നു. നമ്മൾ കഷ്ടപ്പെടേണ്ടി വരില്ല. നീ ആ ശരത്തിനോട് ഒരു പേര് പറയാൻ പറ,
അവൻ പറയും നല്ലൊരു പേര്. ഉദയൻ പറഞ്ഞതും മാധവും അത് കേട്ട സാന്ദ്രയും ഗംഗയും ഒന്ന് ചിരിച്ചു. എന്നാൽ ലക്ഷ്മി കാര്യമായ ആലോചനയിലായിരുന്നു. ഈ പെണ്ണെന്തിനാ ഇങ്ങനെ കിടന്ന് തല പുകയ്ക്കുന്നത്? ആലോചനയോടെ നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ട് ഇഷാനി ചോദിച്ചു. അതോ, കൂട്ടുകാരിക്ക് പേര് കണ്ടുപിടിക്കുന്ന തിരക്കിലാ. കണ്ടില്ലേ ആലോചനയോടെ ഇരിക്കുന്നത്? ഗംഗയും കളിയാക്കി. അർച്ചന, അച്ചു എന്ന് വിളിക്കാം. പെട്ടെന്ന് ശരത്ത് പറഞ്ഞതും എല്ലാവരും അതിശയത്തോടെ അവനെ നോക്കി. എല്ലാവരും നോക്കുന്നത് കണ്ടതും എന്താ, ഇഷ്ടപ്പെട്ടില്ലേ? അവൻ ചോദിച്ചു. നല്ല പേരാണ് അർച്ചന, അച്ചു എന്ന് വിളിക്കുകയും ചെയ്യാം. കൊള്ളാം അല്ലേ ടീച്ചറെ? മാധവിന്റെ അമ്മ ചോദിച്ചു. അതെ, അത് മതി, നല്ല പേരാണ്, ടീച്ചറമ്മയും പറഞ്ഞു. മോളെ, അപ്പോ ഇനി മുതൽ സ്കൂളിലായിരിക്കും ദേവിക എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ അർച്ചന എന്ന ഞങ്ങളുടെ അച്ചു ആയിരിക്കും. ആദ്യം മോൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പേരിനോട് ചേർന്ന് പോകാൻ. എല്ലാവരും ദേവിക, ദേവു എന്നെല്ലാം വിളിച്ചിട്ട് പെട്ടെന്നൊരു മാറ്റം ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. പക്ഷേ മോള് അതുമായിട്ട് പതിയെ പൊരുത്തപ്പെട്ടു പോയിക്കൊള്ളും. ഞങ്ങൾക്ക് എളുപ്പമായിരിക്കും മോളെ അച്ചു എന്ന് വിളിക്കാനും അർച്ചന എന്ന് വിളിക്കാനും. കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത് ലക്ഷ്മി മോൾക്കായിരിക്കും, ടീച്ചറമ്മ പറഞ്ഞു. ഇഷ്ടപ്പെട്ടോ അർച്ചന എന്ന പേര്? ടീച്ചറമ്മ ലക്ഷ്മിയോട് ചോദിച്ചു. ദേവു, നിനക്ക് ഇഷ്ടപ്പെട്ടുവോ? ലക്ഷ്മി ദേവികയോട് ചോദിച്ചു. അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. എനിക്കും ഇഷ്ടപ്പെട്ടു, നല്ല പേരാണല്ലോ, ലക്ഷ്മിയും പറഞ്ഞു. എന്നാ പിന്നെ ഇനി വേറെ ഒന്നും നോക്കാനില്ല, എല്ലാവരും അച്ചു എന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ അർച്ചന, മാഷച്ചനും പറഞ്ഞു. അല്ല, മോൾക്കിടാനുള്ള വസ്ത്രങ്ങൾ വാങ്ങിയോ നിങ്ങള്? ടീച്ചറമ്മ ചോദിച്ചു. എല്ലാം വാങ്ങിയിട്ടുണ്ട്, ലക്ഷ്മി പറഞ്ഞു. എന്നാലും ശരത്തിന്റെ ഒരു ഭാഗ്യം നോക്കണേ. എന്താ? അടുത്തു നിന്ന ഉദയൻ പറഞ്ഞതും മാധവ് ചോദിച്ചു. സാധാരണ കല്യാണശേഷം കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെയായി കഴിയുമ്പോ കുഞ്ഞിന് പേരിടാനുള്ള അവസരമല്ലേ നമ്മൾക്ക് കിട്ടൂ. ഇത് പക്ഷേ നോക്കിക്കേ, അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിന് പേരിടാൻ പറ്റിയിരിക്കുന്നു. ഇങ്ങനൊരു ഭാഗ്യം ആർക്കെങ്കിലും കിട്ടുവോ? ഉദയൻ പറഞ്ഞു. അത് ശരിയാ, ആർക്കും കിട്ടിക്കാണില്ല. പക്ഷേ അവൻ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇനി വരാൻ പോകുന്നത് ഒരു പരീക്ഷണഘട്ടം തന്നെയായിരിക്കും അവന്. കാരണം ദേവികയല്ല, അച്ചുവിനെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കടമ്പയല്ല. അവൻ അതിനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവന് വലിയൊരു കടമ്പ തന്നെ കടക്കേണ്ടി വരും. ഒരുപാട് പ്രശ്നങ്ങളോടെ അവൻ തരണം ചെയ്യേണ്ടി വരും, മാധവ് പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഈ സ്റ്റോറിയുടെ വീഡിയോ ഭാഗങ്ങൾ കാണാനായിട്ട് ദൃശ്യം 2024 വ്ളോഗ് എന്ന ഇൻസ്റ്റഗ്രാം പേജ് നോക്കുക. അതിൽ ഇതിന്റെ വീഡിയോ ഭാഗങ്ങൾ ഇട്ടിട്ടുണ്ടേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങള്, ഇഷ്ടപ്പെട്ട സിറ്റുവേഷൻസ്, കഥാപാത്രങ്ങളുടെ മുഖങ്ങള് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒന്ന് കയറി കണ്ടു നോക്കൂട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.